അമ്പലത്തിന്റെ താഴോട്ടാണ് പറയുന്നത് നിന്നത്. ആ പറമ്പ് ഏതെന്ന് അറിയില്ല. ഇത് അവിടെ തന്നെ ഇപ്പം കാണാം, അവിടെ തന്നെ ഇത്തിരി അങ്ങോട്ട് ചിലപ്പോൾ കാണാം, അമ്പലം കാണാം. ആ അമ്പലത്തിന്റെ അടിവാക്കിലാണ് അവർ തൂങ്ങിയെന്നാണ് പറയുന്നത്. ഈ പിള്ളേർക്ക് ഒരാവശ്യമില്ല, ആ പെണ്ണിനെ കെട്ടിച്ചതാണ്. 2 പിള്ളേരുണ്ട്, 2 കുട്ടികൾ. ആ കുട്ടികളെങ്കിലും അവള് നോക്കാതെ. ഇതാണ് അർച്ചനയുടെ വീട്. ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ വളരെയധികം സങ്കടകരമാണ്. കാരണം ആ വീട്ടിൽ ആർക്കും നമ്മളോടൊന്നും പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. അത് നമ്മളോട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഈ പുറത്തു നിന്നുള്ള ഈ വിഷ്വൽ മാത്രം എടുത്തു പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവരാരെങ്കിലും റിയാക്ട് ചെയ്തിട്ടൊന്നുമല്ല, ദേഷ്യം കാണിച്ചിട്ടില്ല. പകരം അവരെന്ത് പറയണമെന്ന് അവർക്കറിയില്ല. 2 പിഞ്ചു കുട്ടികളാണ്. ഞാൻ ആ കുട്ടികളെയും കണ്ടു. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പൊതുവിൽ പറയുന്നത് ബുദ്ധിമോശമായിപ്പോയി എന്ന് ഒന്നാണ്. പാടില്ലായിരുന്നു. കാരണം അനാഥമാക്കിയത് ഒരു കുടുംബത്തെ അല്ല, കുറേയധികം ആത്മാർത്ഥമായ വ്യക്തിത്വങ്ങളെയാണ്. അവിടെ നിന്ന് നമുക്ക് അധികം ഒന്നും സംസാരിക്കാനും കഴിയാത്തൊരവസ്ഥ, ആരെയും കാണാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് മാത്രമേ നമുക്ക് ഒരു സന്ദേശം പോലെ എല്ലാവരോടും പറഞ്ഞിടാനുമുള്ളൂ. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തുമാവട്ടെ, നിങ്ങളെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു വീട്ടിൽ കുട്ടികൾ, ഇങ്ങനെ പലതുമുണ്ട്. ഒരു ഭർത്താവുണ്ട്. അവരൊക്കെ ഒന്നും നമ്മളോട് പറയാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ്. അർച്ചനയുടെ വീടിന്റെ ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് ഷിബിന്റെ വീട്. ഒരു ദിവസം പോലും അർച്ചനയ്ക്ക് ഷിബിനെ കാണാതെ റോഡിലേക്കോ ജോലിക്കോ പോകാനേ കഴിയില്ല. ആ രീതിയിലാണ് ആ വീടുകളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ്. പിന്നെ ആൾക്കാർ പലതും പറയുന്നുണ്ട്, ഇവരുടെ ബന്ധം അത്ര ദൃഢതരമായിരുന്നത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷെ അന്നും പ്രായോഗികമല്ലല്ലോ. ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രായോഗികത ഒരു പ്രശ്നമാണ്. നിശ്ചയമുണ്ട്. എൻ്റെ മക്കളെ അടിക്കുക, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അടിച്ചത് ഞങ്ങൾ അറിയണില്ല. ഭീഷണിപ്പെടുത്തിയെന്ന് എൻ്റെ മോൻ വന്ന് പറഞ്ഞു. അവളെ എന്നെ കാണരുത്, കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്നേഹമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവളെ കുറിച്ച് കല്യാണം കഴിപ്പിച്ചു. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അമ്മ, ഇത്രയും വർഷമായിട്ട്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, ഇവരൊക്കെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെയും കോവിലിൽ പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുളിച്ചും കൊണ്ടൊക്കെ എൻ്റെ മക്കളെ പിന്നെ ഞാൻ കണ്ടില്ല. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. ഇവർ രണ്ടുപേരെ കൈയും കെട്ടി വെച്ചിട്ട് ഇവരിങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നത്, മാറ്റി ചെയ്യണത്. അവിടെ അരിക്കമണിയിൽ ഒരു എക്സൈസിന് ജോലിയുള്ള ഒരു കുട്ടനെന്ന് പറയണ അയാളാണ് എൻ്റെ പിള്ളേ അടിച്ചെന്ന് പറയണമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് പറയണം. അത് അവളെ ബന്ധുവാണ്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ ഇവിടെ പിടിച്ച് പെട്ടെന്ന് കെട്ടിച്ചതാണ്. സാമ്പത്തികത്തിൻ്റെ ഉണ്ട്, ജാതിയുടെ ഉണ്ട്. ഞങ്ങൾ SC-കാരാണ്, ഒരു നായർ സമുദായത്തിലുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അവനും ആത്മാർത്ഥ സ്നേഹവുമാണ്. ഇദ്ദേഹം ഈ കുട്ടിയുടെ വിവാഹത്തിന് ശേഷവും ഈ നാട്ടിൽ തന്നെയാണ് ആ കുട്ടി താമസിച്ചത് അല്ലേ? അടുത്ത് വീട് എന്നെ കൊണ്ടുപോയത്. ഇവരെന്നും കാണുന്നവരൊക്കെയാണ്. ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നല്ലേ മകൻ? വന്നിട്ടും മകൻ ഈ ഒരു ആവശ്യം അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പോഴും ഒരു 2 മാസത്തേക്ക് മുമ്പേ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ നിൽക്കുമോ? ഞാൻ കേട്ട് എന്തിന്, അത് ഞാൻ അർച്ചനെ കൊണ്ടുവരട്ടാ. മക്കൾ സ്നേഹിച്ച് കല്യാണത്തിന് മുമ്പേ മക്കൾ വിളിച്ചോണ്ട് വന്നെങ്കിൽ ഞാൻ അംഗീകരിക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവും 2 കുട്ടികളൊക്കെ ആയി ഇനി വിളിച്ചോണ്ട് വന്നാൽ എൻ്റെ മക്കളെ ജീവിക്കാൻ അവർ അനുവദിക്കില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇവനെ ഇങ്ങനെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ നാട്ടുകാരാണ് ഇപ്പം പറയണത്. പിന്നെ ചുവട്ടിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്തെന്ന്. അവൻ അത് വീട്ടിൽ പറഞ്ഞിട്ടില്ല അടിച്ചെന്നുള്ള പേര്. ഭീഷണിപ്പെടുത്തിയ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടാണോ അടിച്ചത്? ഇതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ടാണോ അടിച്ചതെന്ന് വേറെ ആൾക്കാരാണ് പറഞ്ഞത്. അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് എന്നെ ഭീഷണിപ്പെടുത്തി, അവളെ വിളിക്കരുത്, കാണരുത്, ഇനി വിളിക്കുക കാണുക ചെയ്ത് നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞെന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഭീഷണി ഈ അടുത്ത കാലത്താണോ? ഈ അടുത്ത കാലത്ത് 1 മാസം ഉണ്ടാവേ. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, വിലക്ക് അവൾ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ഉള്ളതെന്ന്, ഇനി അവളെ വിളിക്കുകയും മിണ്ടേ ഒന്നും ചെയ്യരുത്, നിൻ്റെ കാര്യം നോക്കി ജീവിക്കാമെന്ന് അവൻ്റെ കൂടെ പറഞ്ഞു. പിന്നെ അവിടെയെങ്കിലും നമ്മൾ കണക്കെയൊന്നും ഫോൺ വിളിയില്ല, വേറെ എങ്ങോട്ടൊക്കെ ചെന്ന് വിളിക്കണതാണ്. അതുകൊണ്ട് നമുക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഞാൻ രാവിലെ ഇങ്ങനെ കോവിലിൽ പോകണമെന്ന് പറഞ്ഞ് രാവിലെ കുളിച്ചൊരുങ്ങി പിള്ളേരും എടുത്ത് പോയ കുട്ടിയാണ്.
വെള്ളനാട് ക്ഷേത്രത്തില് തൂക്കത്തിന് നിൽക്കുവേ. ആ 7 ദിവസം നിർമ്മാല്യം തൊഴാനെന്ന് പറഞ്ഞ് ഇവൾ അവിടെ ചെന്നിട്ട് ഇവനുമായിട്ട് സംസാരിക്കുമെന്ന് അവൻ്റെ അച്ഛൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഇവനുമായിട്ട് ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ ഒന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു അവരൊത്ത് പഠിച്ചത് ഒരു നാട്ടിലുള്ളതല്ലേ, പരസ്യമായിട്ട് സംസാരിക്കണമെങ്കിൽ വേറെ ഒന്നും കാണില്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഇട വരരുത് എന്ന് ഇങ്ങനെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു. മക്കൾ ഇത്രയും മനത്തിനകത്തൊക്കെ ചെന്ന് ചെയ്യുമെന്ന് എനിക്കത്. ഈ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു മിസ്സിംഗ് കേസ് കൊടുക്കുന്നത് 3 ദിവസം മുമ്പാണോ? അല്ല, ഞങ്ങൾ ഇന്നലെയാണ് കൊടുക്കുന്നത്. അവര് തലേ ദിവസം കൊടുത്തു. ഇന്നലെ വെള്ളിയല്ലേ, ഇന്നലെയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്ന വെള്ളിയാഴ്ച ആയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യാഴാഴ്ചയിലൊന്ന് അവിടെ ഇല്ല, ഞാൻ ജോലിക്ക് പോകും. നമ്മളെ കൈരളിച്ചാലിന് താഴെ തമ്പുരാമക്കളൊരു വീട്ടിൽ ഞാൻ കാറ്ററിംഗ് ജോലിക്ക് പോകും. അങ്ങനെ ഞാൻ പോയിരുന്നു. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി, അമ്മ ജോലിക്ക് പോകണം, ഗുളിയൊക്കെ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പോയി. അപ്പോൾ ഒരു വൈകുന്നേരമായി ഞാൻ ഇവനെ വിളിക്കണം, താക്കോലിരിക്കണിടം പറയാൻ വിളിച്ചപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ്. മോനെ കാണാതാവുന്ന സമയത്ത് തന്നെ ഈ കുട്ടിയെയും കാണാനില്ല എന്ന്. ഈ കുട്ടിയെയും കാണാനില്ല എന്ന് ഇവന്റെ കൂട്ടുകാരൻ വിളിച്ച് എന്നെ പറയണം. മാമി രാവിലെ ഷിബിൻ എവിടെ പോയി? ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞു. പോയി, എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ മക്കളെ എന്ന് പറഞ്ഞു. അല്ല, അമ്പലത്തിലൊന്നും പോയില്ല മാമി, ഷിബിനെ അർച്ചനയും കാണാനില്ല, രണ്ടുപേരെ ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അവർ മിസ്സിങ് ഗ്യാസ് കൊടുത്ത് അവരിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും, ഞാൻ വന്നിട്ട് അങ്ങനെ ആരിനാട്ട് പോയി. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ തന്നെ രാവിലെ നമ്മളിവിടെ കൊടുക്കും മുമ്പേ അവിടെ അവരൊക്കെ അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മുടെ പറഞ്ഞു എനിക്ക് വേറെ പെണ്ണൊന്നും വേണ്ട, എനിക്ക് ഇവിടെ മറക്കാൻ പറ്റൂല, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഉള്ള കാര്യം ഇങ്ങനെ നിന്നുള്ള എന്ന് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമ്മതിക്കാതെ വേറെ ഒന്നുമല്ല, അവള് കല്യാണം കഴിഞ്ഞു, 2 കൊച്ചു മക്കളുമായി ഇരിക്കുന്നുള്ള കൂട്ടത്തിഞ്ഞും ജീവിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചില്ല. അമ്മ എൻ്റെ കൂടെ നിൽക്കുമോന്ന് എൻ്റെ കൂടെ കേട്ട് ഞാൻ വിളിച്ചോണ്ട് വരട്ടാന്ന് ഞാൻ പറഞ്ഞു. വിളിച്ചോണ്ട് വന്നാലും നിന്നെ ജീവിക്കാൻ അവർ സമ്മതിക്കൂല, അവളെ കൂടെ ജീവിക്കാൻ സമ്മതിക്കൂല. പിന്നെ എന്തിനാണ് 2 പിള്ളേരെ ഞാനും കൂടെ വഴിയാതാരാക്കാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ ഷിബിൻ്റെ ഈ വീട്ടിൻ്റെ മുൻപിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ഇടത്തേക്കുള്ള ആ വഴിയെ 100 മീറ്ററോളം പോയാൽ അർച്ചനയുടെ വീടായി കേട്ടോ. അർച്ചനയുടെ വീട്ടിലാണല്ലോ നമ്മൾ ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നത്. എന്നും അർച്ചന പോകുന്നതും വരുന്നതും ഒക്കെ ഈ ഷിബിൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലുകളിലേക്ക് ആ ഒരു യാത്രയും നിരന്തരമുള്ള കണ്ടുമുട്ടലുകളും സഹായിച്ചോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. എന്തായാലും ഇവിടെ നിന്ന് നമ്മളിനി പോകാൻ പോകുന്നത് വെള്ളാണിക്കൽ പാറയിലേക്കാണ്. വെള്ളാണിക്കൽ പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. അതിനൽപ്പവും കുറച്ച് കണ്ടുകൂടാ. അതിൻ്റെ തൊട്ടടുത്ത് താഴെ മറ്റൊരു കാട് പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഇവർ പോയത്. ഈ പറയുമ്പോൾ കുറച്ച് അവ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന് കമൻ്റ് ഇടും, ഒന്നും വ്യക്തമായിട്ട് പറയില്ല, അവാർഡ് ഫിലിമൊക്കെ ആണെന്ന് ചോദിക്കും. പക്ഷെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മറ്റൊരു പ്രശ്നം, നമുക്ക് ആ വീഡിയോ റെഡ് അടിക്കും, ചുവപ്പടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഇതിൽ ഒരു റീല് ചെയ്തിട്ടായിരുന്നു. ഇട്ടുടനെ ഒരു അരമണിക്കൂറിനകത്ത് അതൊരു 5000 പേര് കണ്ടതാണ്. പക്ഷെ ഉടനെ അത് ചുമപ്പടിച്ചു. ഇവർ പോയ സ്ഥലത്ത് വെള്ളാണിക്കൽ പാറയുടെ ആ ഒരു സ്ഥലം നടന്ന്, ആ കാട്ടിലൂടെ നടന്ന് സംഭവം നടന്ന സ്ഥലത്ത് നമ്മൾ എത്തി. ആ ഫോട്ടേജസ് ആണ് പ്രശ്നമായത്. ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. മനോഹരമായ വെള്ളാണിക്കൽ പാറയിലേക്ക് ഞാൻ മുമ്പും വന്നിട്ടുണ്ട്. വെള്ളാണിക്കൽ പാറയുടെ ദൃശ്യഭംഗി ഞാൻ എടുത്തായിരുന്നു, അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് അത് സാഫ്രോൺ മീഡിയ എന്ന മറ്റൊരു ചാനലിൽ അത് ഫുള്ളിടാം. ഇവിടെ നമ്മൾ പോകുന്നത് കൂടുതൽ അതിലെ ഡെപ്തിലേക്ക് പറയുന്നില്ല. അവർ പോയ വഴിയെ ഞാൻ ദൂരെ കൂടിയൊക്കെ പറയുള്ളൂ. ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ശരിക്കും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ പേടി തോന്നില്ലേ എന്ന് തോന്നലൊക്കെ ഉണ്ടാവാം. പേടിച്ചാലേ പേടി തോന്നൂ. ഇവിടേക്ക് പോകുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ മരങ്ങളുടെ മൂട്ടിലൊക്കെ വന്നിരിക്കുന്നതിൻ്റെ ഇതുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിലുകളും അതുപോലെ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ വാങ്ങാൻ കിട്ടുന്നവയുണ്ടല്ലോ, കവറിലൊക്കെ ഉള്ളത്. അതുപോലെ വേറെ ചില കവറുകളും ഉണ്ട്. അങ്ങനെ മാൽ പ്രാക്ടീസസ് കുറച്ച്
ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പലതും കാണാൻ പറ്റും. അതൊക്കെ അധികാരികൾ ശ്രദ്ധിക്കട്ടെ. അങ്ങനെ നടന്ന് കുറേ ദൂരം ഉള്ളിൽ പോയപ്പോഴാണ് ആ ഒരു സ്ഥലത്ത് എത്തുന്നത്. അവിടെ നമുക്ക് പലതരത്തിലുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. ഗ്ലൗസ്, അത് ഇത്, അതുപോലെ തന്നെ ടാർപ്പോ. മുകളിൽ നിന്ന ആള് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വന്ന് നോക്കുമ്പോൾ കണ്ട ആ ഒരു പ്രദേശം, ആ ഒരു മരം ഒക്കെയാണ്. എന്തായാലും നമുക്കൊന്നേ പറയാനുള്ളൂ, എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഈ സ്ഥലത്ത് പോയി നിന്ന് സംസാരിക്കുന്നത്? നമ്മുടെ മഹാഭാരതമായാലും, മഹാഭാരതത്തിൽ എത്ര മരണങ്ങൾ നടന്നിരിക്കുന്നു. മഹാഭാരതം, ഖുറാൻ, അതുപോലെ ബൈബിൾ എല്ലാം മരണത്തിൽ നിന്ന് പുനർജനിക്കുന്ന കഥകളാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ മനോഹാരിത സംസാരിക്കാൻ ഏറ്റവും നല്ല ഒരു സർക്കംസ്റ്റാൻസ എന്ന് പറയുന്നത് മരണം തന്നെയാണ്. ആ മരം ഒരു തെറ്റും ചെയ്തിട്ടില്ല, മരത്തിനെ പഴിചാരിക്കൂടാ. നമ്മുടെ കാഴ്ചകളിൽ നിന്ന് നാം പഠിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിലൂടെ നടന്ന് കരകയറണം എന്നുള്ളതാണ്, പ്രതിസന്ധികളെ തരണം ചെയ്യണം എന്നുള്ളതാണ്. എന്നെ ഒറ്റയ്ക്ക് വിടാതെ താഴെ ഇറങ്ങി വന്ന് ആ സ്ഥലം പരിചയപ്പെടുത്തി തന്ന, ആ സ്ഥലം കാണിച്ചു തന്ന ഒരു പ്രിയപ്പെട്ട ചേട്ടനുണ്ട്. അദ്ദേഹം എനിക്കൊരാശ്വാസമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടം വരെ വരേണ്ടി വരുമല്ലോ. അദ്ദേഹം കൂടി വന്നു. ആ പ്രദേശത്തുള്ള ആളായകയാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതാണ് സ്ഥലമെന്ന്. അദ്ദേഹത്തിനും ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ, ഓപ്പറേഷൻസും ഒക്കെ കഴിഞ്ഞതാണ്. മരണത്തെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. പക്ഷേ ജീവിതത്തെ പിന്നെയും സ്നേഹിച്ച് ജീവിക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹവും. ഒപ്പം നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. കുറച്ച് നമ്മുടെ ജീവിതത്തിലെ പോസിബിലിറ്റികളെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കൊരാളോട് പ്രണയമുണ്ട്. ആ പ്രണയം മനസ്സിൽ നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ള ജീവിതത്തിൻ്റെ അവസാനം വരെ, ആയുസിൻ്റെ അവസാനം വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ വീട്ടിലൊക്കെ പോയപ്പോൾ കണ്ട കാഴ്ച, പൊടിക്കുട്ടികൾ, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചത്, എന്താണ് ആ വീട്ടിൽ നടന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ ഇട്ടത്, ഞങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ, സംസാരം ഞാൻ ഒഴിവാക്കിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറയുന്നവ അദ്ദേഹം കണ്ട കാര്യങ്ങൾ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെയാണ്. അത് അപ്രകാരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ദയവായി അത് മനസ്സിലാക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓരോരോ ബാനാണ് വരുന്നത്. നമുക്ക് കഷ്ടപ്പെട്ടു പോയി എടുക്കുന്ന വീഡിയോകളാണ്. ഒറ്റയ്ക്കാണ് എല്ലായിടത്തേക്കും പോവുക. അവിടെ ചെല്ലുമ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചു തരുന്നത് പോലെ പല സാഹചര്യങ്ങളിലും എനിക്ക് ആളിനെ കിട്ടാറുണ്ട്. ഞാനങ്ങനെ എൻ്റെ ക്യാമറ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് ക്യാമറ ചേട്ടനൊന്ന് വയ്ക്ക്, ഞാൻ ആ സ്ഥലത്ത് സ്പോട്ടിൽ പോയിട്ട് ഞാൻ അവിടെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഷോട്ടിലേക്ക് അതുപോലെ ഇടാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്കിള് എന്നെ ചെമപ്പടിപ്പിച്ച് ഭയപ്പെടുത്തിയത്. ആൾറെഡി എൻ്റെ ഒരു ചാനൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് ഫാക്ട്സിൽ കൂടുതൽ വാർത്തകൾ ഇടുന്നത്. ഇനിയും പരീക്ഷണത്തിന് വയ്യ. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ കാര്യമൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഏത് പ്രതിസന്ധിയിലും ജീവിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുനിയുന്നത്? നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നലാണ് അല്ലേ? ആ തോന്നലൊക്കെ എല്ലാവരുടെ ലൈഫിലും വരാറുണ്ട്, തീർച്ചയായിട്ടും വരും. ഈ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ പിന്നെ നമുക്ക് ജീവിതത്തെ ഏത് രീതിയിലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വരും. നമ്മൾ സമ്പാദിക്കും. നമ്മൾ അങ്ങനെ ഇറങ്ങിത്തിരിക്കും കേട്ടോ. എന്നെ ഇമ്പ്രസ് ചെയ്താൽ മതിയല്ലോ, എനിക്ക് മറ്റാരെയും ഇമ്പ്രസ് ചെയ്യാനില്ല എന്നൊരു ബോധത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ മാത്രം ഞാൻ അങ്ങോട്ട് ശരിയായാൽ മതി. അല്ലാതെ നമ്മളങ്ങ് അവസാനിപ്പിച്ചൊന്നും എവിടെയും ഓടണ്ട. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്, അവർക്ക് വെറും 5 ദിവസമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 5 ദിവസം, 5ാമത്തെ ദിവസം അവൾ അല്ലെങ്കിൽ അവൻ, ആരായാലും ശരി തന്നെ, ബാക്കിയുള്ള ആള്, അവർക്ക് പുതിയൊരു ഓപ്ഷൻസിനെ കുറിച്ച് അവർ ചിന്തിക്കും. സോ അത് ചെയ്തു പോകുന്നത്, നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണ്. ആരും ഇതൊരു പ്രേരണയായിട്ട് എടുക്കരുത്. ഇങ്ങനെയല്ല. പ്രായോഗികമായി ജീവിക്കാൻ പഠിക്കുക, പ്രായോഗികമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക.